പാർലമെന്റിന്റെ മൺസൂൺ സെഷൻ തുടങ്ങി 14-ാം ദിവസവും പാർലമെന്റിന്റെ ഇരുസഭകളും പ്രക്ഷുബ്ധം. പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് ഇരുസഭകളും ഇന്ന് ഉച്ചയ്ക്ക് 2 മണിവരെ നിർത്തിവെച്ചു. പ്രതിഷേധിച്ച വിദ്യാർത്ഥികൾക്ക് നേരെ നടത്തിയ പോലീസ് അതിക്രമത്തിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ പ്രസ്താവന ആവശ്യപ്പെട്ടും അയോധ്യ സംഭാവന കൊള്ള വിഷയം ഉയർത്തിയുമായിരുന്നു പ്രതിപക്ഷ പ്രതിഷേധം. അയോധ്യ രാമക്ഷേത്ര സംഭാവന കൊള്ള ഉന്നയിച്ച പ്രതിപക്ഷ പാർട്ടികളായ കോൺഗ്രസും സമാജ്വാദി പാർട്ടിയും ശ്രീരാമനെ നിരന്തരം എതിർക്കുകയാണെന്ന് പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു ആരോപിച്ചു. You give a notice, proper notice, I will call you on that subject. Please take your seat. Sir. You give a notice. I give a notice. I already given 267. I already given. We can, you can raise your voice. It, sir. Yes. Sir. I given today. Sir. കിരൺ ബാബു ഉണ്ട് വിശദാംശങ്ങളുമായി. കിരൺ, ഇപ്പോൾ പാർലമെന്റ് പ്രക്ഷുബ്ധമാവുന്നത് സ്ഥിരം കാഴ്ചയായി മാറുകയാണ്. ഇപ്പോൾ 2 മണിവരെ സഭ നിർത്തിവെച്ചിരിക്കുന്നത് മനസ്സിലാവുന്നു. വിശദാംശങ്ങൾ മൺസൂൺ സെഷൻ തുടങ്ങി 14-ാം ദിവസവും പാർലമെന്റ് നടപടികൾ ഏറെക്കുറെ സമാനമായിരുന്നു എന്ന് വേണം പറയാൻ. ഇന്ന് രാവിലെ പാർലമെന്റ് ഇരുസഭകളും തുടങ്ങിയപ്പോൾ തന്നെ പ്രതിപക്ഷം പ്രതിഷേധവുമായി എഴുന്നേറ്റിരുന്നു. പ്രതിപക്ഷം പ്രധാനമായും 2 ആവശ്യങ്ങളാണ് ഉന്നയിച്ചിരുന്നത്. ഒന്ന്, CJPയുടെ നേതൃത്വത്തിൽ നടന്ന വിദ്യാർത്ഥി പ്രക്ഷോഭത്തിന് നേരെ പോലീസ് അതിക്രമമുണ്ടായി. ഈ പോലീസ് അതിക്രമത്തിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷാ സഭയിൽ പ്രസ്താവന നടത്തണം എന്നുള്ള ആവശ്യമായിരുന്നു. ഈ അതിക്രമം ഉണ്ടായ ദിവസം മുതൽ പ്രതിപക്ഷം ആവർത്തിച്ച് ഉന്നയിക്കുന്ന വിഷയമാണ്. ഇന്നും അതേ വിഷയം ഉന്നയിച്ചു. പക്ഷേ സർക്കാർ അതിന് വഴങ്ങിയില്ല. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം അയോധ്യയിലെ സംഭാവന കൊള്ള വിഷയം ചർച്ച ചെയ്യണം എന്നുള്ളതായിരുന്നു. ആ വിഷയത്തിലും സർക്കാർ അതിന് വഴങ്ങിയില്ല. ഇതേ തുടർന്ന് തുടർച്ചയായ പ്രതിഷേധം രാജ്യസഭയിലും ലോക്സഭയിലും ഉണ്ടായി. ഈ പ്രതിഷേധത്തെ തുടർന്നാണ് ഇരുസഭകളും ഇന്ന് 2 മണിവരെ നിർത്തിവെച്ചിരിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം FCRA നിയമ ഭേദഗതി ബില്ലാണ്. FCRA നിയമ ഭേദഗതി ബിൽ ഇന്നോ നാളെയോ ഒക്കെ ബിൽ ഏത് ദിവസത്തിനുള്ളിൽ തന്നെ കൊണ്ടുവരാൻ, സഭയുടെ പരിഗണനയിൽ കൊണ്ടുവരാനാണ് സർക്കാർ നീക്കം എന്നറിയുന്നു. അത്തരം സൂചനകളൊക്കെ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. എന്നാൽ നിലവിൽ ബിൽ അവതരിപ്പിച്ചിരിക്കുന്ന വ്യവസ്ഥകളോടുള്ള ബിൽ അനുവദിക്കില്ല എന്നുള്ള നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് പ്രതിപക്ഷം. ഇതിനിടയിൽ സഭാ നടപടികൾ നടത്തിക്കൊണ്ടുപോകാനായി പ്രതിപക്ഷ നേതാവുമായി പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു ചർച്ച നടത്തിയിരുന്നു. പക്ഷേ പ്രതിപക്ഷം ഈ ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. അമിത്ഷായുടെ പ്രസ്താവന നടത്തണം. ഇത്രയും രാജ്യത്തിന്റെ ശ്രദ്ധിക്കപ്പെട്ട ഇത്രയും വലിയൊരു വിവാദപരമായ പോലീസ് നടപടി ഉണ്ടായി. ആ നടപടിയിൽ ആഭ്യന്തരമന്ത്രി പ്രസ്താവന നടത്തേണ്ടതാണ്. ഈ ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുന്നത്. അതോടൊപ്പം തന്നെ അയോധ്യ സംഭാവന കൊള്ള രാജ്യത്തെ ആകെ പിടിച്ചുള്ളിച്ച വലിയൊരു വിഷയമാണ്. ഈ വിഷയത്തിലും ചർച്ച വേണം എന്നുള്ള ആവശ്യമാണ് പ്രധാനമായും ഉന്നയിക്കുന്നത്. പക്ഷേ ഇതിൽ ഏതെങ്കിലും ഒരു തരത്തിൽ സമവായം പ്രതിപക്ഷവും ഭരണപക്ഷവുമായി ഉണ്ടായിട്ടില്ല. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം ഇനി ഡീലിമിറ്റേഷൻ ബില്ലാണ്. ഡീലിമിറ്റേഷൻ ബില്ല് ഓഗസ്റ്റ് 16 മുതൽ 3 ദിവസമായി ചർച്ച ചെയ്യാനാണ് ഇപ്പോൾ സഭ ആലോചിക്കുന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.